ഇന്നെന്താ ரொம்ப സന്തോഷമാ இருக்கு? നിന്നെ കെട്ടിയതിനു ശേഷം സന്തോഷത്തിന് എന്താണ് കുറവ്? കളിയാക്കല്ലേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. നീ പറ എന്താണെന്ന്. ആ, നിങ്ങളുടെ പഴയ ചങ്ങാതിയെ കാണാനല്ലേ? ഓക്കെ, അത് വലിയ ആഗ്രഹം തന്നെയാണ്. പക്ഷേ അതല്ല. ആ, നിങ്ങളുടെ തറവാട് വീട്. വാ, നീ വാ. നിന്നെ സമ്മതിക്കണം. നിനക്ക് എങ്ങനെയാടി എന്റെ മനസ്സിൽ നന്നായി വായിക്കാൻ പറ്റുന്നത്? 27 வருஷമായി ഞാൻ ഉങ്ങളെ മനസ്സിൽ വെച്ചിട്ട് இருக்கு. எனக்கு எல்லாமே தெரியும். உங்க ஊரு, ആ ഊരിൽ இருக்கிற തറവാട് വീട്, ആ 2 ഫ്രണ്ട്സ് ഇല്ലയാ? ഞങ്ങള് 3 പേരും അങ്ങനെയാണ് കഴിഞ്ഞത്. 3 ഉടലും ഒരു മനസ്സുമാണ്. അവരെ കുറിച്ചുള്ള വിവരവും കിട്ടിയോ? ഇല്ല, ദേവർ എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരും. അവരുടെ ഉള്ളിൽ ഞാൻ ചതിയനായിരിക്കും. ആ, റെഡി ആയിക്കോ. നമുക്ക് അടുത്ത ആഴ്ച കേരളത്തിൽ പോകണം. ഗുരുവായൂർ പോയി കുളിച്ചു തൊഴണം. പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട്. നീ എന്തു പറയുന്നു? കനകം വിളിച്ചിരുന്നു? ഇല്ല അച്ചോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട്. അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന അച്ചോ. പേടിക്കാതിരിക്കൂ, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ? ആ, പോകുമ്പോ പറഞ്ഞിരുന്നു. അവന്റെ ഫ്രണ്ടിന്റെ കയ്യിന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത്. ചെന്നപ്പോ ആള് സ്ഥലത്തില്ലാത്രേ. അയാള് വരാൻ വേണ്ടി കാത്തിരിക്കയാവും. എന്റെ മോള് സ്കൂള് വിട്ടു വന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ. എന്റെ പ്രയാസം പറയാൻ കർത്താവും അച്ഛനും മാത്രല്ലേ ഉള്ളൂ. അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചായനെ അനുസരിച്ചേനെ. അത് ശരിയാവില്ല ഗ്രേസി. അടേ, നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലച്ചോ, നമ്മുടെ ഫ്രെഡി ഉണ്ട് കൂടെ. ഓ, അവനോ? അത് നന്നായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞങ്ങളപ്പോ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഗോഡ് ബ്ലസ്. വാടാ. എന്തു പറ്റിയാനി? സുഖമില്ലേ? തലവേനുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ആനി, എന്താ പറ്റിയേ? മതി, അഭിനയൊക്കെ സിനിമ മതി. അഭിനയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് മതിയായില്ലേ എന്നെ മണ്ടിയാക്കിയത്? സ്വന്തം മകളുടെ ജീവിതം പണയം വെച്ച് സിനിമ പിടിക്കുന്ന ഒരു അച്ഛൻ. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങളുടെ ചതിയനാണ്. എന്നെ ചതിക്കുകയായിരുന്നു. അന്നയുടെ കല്യാണത്തിന് കരുതി കാശ് മുഴുവൻ നിങ്ങൾ സിനിമയ്ക്ക് മുടക്കിയല്ലേ? ആര് പറഞ്ഞു? ഓഹോ, ആര് പറഞ്ഞെന്നോ? ഷാജി ഇവിടെ വന്നിരുന്നു. അവന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം വാങ്ങിയല്ലേ? ഒരുത്ത പണ്ടേ പണവുമായി മുങ്ങി. ഇപ്പൊ രക്ഷ തേടി വന്ന രണ്ടാമനും മുങ്ങി. ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും വല്ല മടത്തിലായി കടന്നു കളയുന്നത്? സ്വന്തം മകളാണെന്ന് വല്ല വിചാരം കിട്ടോ നിങ്ങൾക്ക്? കടന്നു കളഞ്ഞല്ല നീ. അവൻ പണവുമായി എത്തും, എനിക്ക് ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ ഇവിടെ. എന്ത് പപ്പ? ആരാണ് അത്? ആര്? ഞാൻ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണാ? അങ്ങനെയാണെങ്കിൽ സാറിന് ഇവിടെ നിന്ന് പാക്കപ്പ് ആയത് തന്നെ. ഞാൻ മുങ്ങിയാലാ? അയ്യോ സാറേ, അത് നമ്മുടെ വേണുവല്ലേ? സമാധാനമായി. ഞാൻ വെറുതെ പേടിച്ച്. പപ്പ, വേണുവിനെ കണ്ടാലേ ഇപ്പൊ ശരിക്കും ഒരു ഗുണ്ടല്ലേ? അതെ, എന്നോട് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കുറെ വേഷം കൂടെ ചെയ്യിപ്പിച്ചു. ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയനെ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? വേണുവിന് ഇപ്പൊ എന്താ വേണ്ടത്? SI വേഷം അത് തന്നെ തന്നയ്ക്കാം. എടാ പ്രശാന്തേ, ആ പോറ്റിയോട് പറഞ്ഞിട്ടേ വേണുവിന് SI വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം. പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക്. വേണു, നീ ചെന്ന് വേഷം മാറ്. ഞാനല്ലേ പറയുന്നത്. വേഷം പോയി മാറു വേണു. എടാ ചെക്ക, നീ താൻ തോന്നിത്തരം കാണിച്ചു നടക്കാതെ മര്യാദയ്ക്ക് വല്ല ജോലിക്കും പോവാൻ നോക്ക്. എന്തോന്ന് ജോലിക്കുവാൻ?
എന്റെ അമ്മേ, തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എടാ പ്രശ്നം. മണ്ടം കരുത വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്നും ആസാമിന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത്? ഓ, നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ എങ്ങനെ ജോലി കയറാൻ നോക്ക്. ക്ലോസ് എടുക്കാം. സീനോക്കെ വാ. ഹോ, എന്റെ ദൈവമേ എന്തൊരു ചൂടായത്. ഹലോ, ജ്യൂസ് ഇതാ സുമേ ജ്യൂസ്. ആ ചേച്ചി ഇങ്ങോട്ട് ഇരിക്കേ. വേണ്ട, ഇരിക്ക് ചേച്ചി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിതാ എങ്ങനെയൊക്കെ കഴിയണു. അല്ല പോറ്റിച്ചേട്ടൻ ഡയറക്ടറായി കെട്ടുമെന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും? ആ അതില് മാറ്റൊന്നുമില്ല. ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത്. ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി, ഞാൻ അഭിനയം തുടങ്ങി. എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചതാ, പക്ഷെ പോറ്റിച്ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ. പിന്നെ വീടുമായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി. ഇപ്പൊ ഒരു സിനിമാ വീട്ടമ്മയുടെ റോളാ സിനിമാക്കാർക്ക് വേണ്ടി വെച്ചു വിളമ്പുന്നു. ചേച്ചി ദേ അങ്ങോട്ട് നോക്കിയേ, അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവര് തമ്മിൽ നല്ല ജോഡിയാ. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ. എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി. മാഡം ഷോട്ട് റെഡി. ഞാൻ റെഡിയാ. ലോഡ്ജിന്റെ ആളാണല്ലോ നിൽക്കുന്നത്. ആകപ്പാടെ പ്രശ്നം തന്നെ. തമ്പി ഇല്ല ഉടനെ തരും. ഇപ്പൊ ഞാൻ റൂമിൽ കയറിട്ട് വിട്ടു. യെസ് കമ്മിങ്. ആ വരൂ ഇരിക്ക്. എടാ സരസ, ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല. ഷു, എന്റെ ആഭരണങ്ങളൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും? കനകൻ സാർ എത്തിയാലുടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല. ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും വേണ്ടില്ല. എടാ നീ ആ കനകൻ എവിടെയാണെന്നൊന്ന് അന്വേഷിക്ക്. 4 വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി, ഒരു അറിവും ഇല്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ തന്നെ കൊണ്ടെത്തിക്കാം. വാ.